ഒരിക്കലും ക്രിക്കറ്റ് ലോകത്തെ വിശുദ്ധനായിരുന്നില്ല അയാൾ. സൗമ്യമായി പെരുമാറുന്നൊരു വ്യക്തിത്വത്തിനും അയാൾ ഉടമയായിരുന്നില്ല. ബാറ്റ്സ്മാനായും നായകനായും ടീമിനെ വിജയിപ്പിക്കുക എന്ന തത്വമല്ലാതെ മറ്റൊന്നിലും അയാൾ വിശ്വസിച്ചിരുന്നില്ല. പറഞ്ഞു വരുന്നത് പോണ്ടിങ്ങിനെ കുറിച്ചാണ്. 3 തവണ ലോക കിരീടത്തിൽ മുത്തമിട്ട ബ്രഡ്മാന് ശേഷം ഓസ്ട്രേലിയ കണ്ട മികച്ച ബാറ്റ്സ്മാൻ എന്ന വിശേഷണം സ്വന്തമാക്കിയവനെക്കുറിച്ച്. ഒരു കാലഘട്ടത്തിന്റെ ദീപസ്തംഭങ്ങളായ തെണ്ടുൽക്കറോടും ലാറയോടുമൊപ്പം ക്രിക്കറ്റ് ലോകം കൂട്ടിച്ചേർത്ത ആ നാമത്തെക്കുറിച്ച്. 2 ഫോർമാറ്റിലും 13,000-ലധികം റൺസുകൾ സ്വന്തമാക്കി ലാറയെ മറികടന്നപ്പോൾ ആകാശം പോലെ തെണ്ടുൽക്കർ തീർത്ത ലക്ഷ്യങ്ങൾക്ക് പിറകിൽ മാത്രമേ അയാൾ രണ്ടാമനാകുന്നുള്ളൂ. നേടിയ വിജയങ്ങളും ട്രോഫികളും ജയിച്ച യുദ്ധങ്ങളും നോക്കിയാൽ മികച്ച നായകനെന്ന് നിസ്സംശയം പറയാവുന്ന ഗംഗാരുക്കളുടെ തേരാളി. മദ്യത്തിനും ലഹരിക്കും പിറകെ പോയിരുന്ന യൗവനത്തിൽ നിന്ന് ലോകം കണ്ട എക്കാലത്തെയും മികച്ച 3-ാം നമ്പർ ബാറ്റ്സ്മാനായി മാറിയവൻ. റണ്ണൊന്നും എടുക്കാതെ ഓപ്പണറെ നഷ്ടമായാലും പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ബോളറെ സമ്മർദ്ദത്തിലാക്കുന്ന അപൂർവ നാമങ്ങളിൽ ഒരാൾ. ഒരു കളി പെട്ടെന്ന് പൂർത്തിയായാൽ അടുത്ത കളി ശതകത്തോടെ ആഘോഷിക്കുന്ന ഇതിഹാസം. മികച്ച ടീമിനെ ലഭിച്ചതുകൊണ്ട് മാത്രം ചരിത്രം കുറിച്ചവനായിരുന്നില്ല അയാൾ. 2003 വേൾഡ് കപ്പിൽ സൈമൺസിന് വേണ്ടി വാദിച്ചപ്പോൾ അതുവരെ ഒരു മികച്ച പ്രകടനം പോലും പുറത്തെടുക്കാൻ സാധിക്കാത്ത സൈമൺസിലെ കഴിവുകളെ മനസ്സിലാക്കി അയാൾ പിന്താങ്ങിയപ്പോൾ തൻ്റെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ പാകിസ്ഥാനെതിരെ തകർന്ന ആ ടീമിനെ സെഞ്ചുറിയോടെ മുന്നിൽ നിന്ന് അയാൾ നയിച്ചപ്പോൾ അവിടെ വിജയിച്ചിരുന്നത് പോണ്ടിങ്ങിലെ ദീർഘവീക്ഷണമായിരുന്നു. ആ സിരകളിലോടുന്ന ടാസ്മാനിയൻ രക്തം അയാൾ പലപ്പോഴും തുറന്നു കാട്ടിയത് ആ ബാറ്റിങ്ങിലൂടെയായിരുന്നു. എത്ര വേഗതയുള്ള ഫാസ്റ്റ് ബോളറെയും ധൈര്യത്തോടെയും ആവേശത്തോടെയും നേരിട്ട ആ കരിയർ 2001 ശേഷം ഇന്ത്യയിലെ സച്ചിനുള്ള മറുപടി പോലെയായിരുന്നു ഓസീസ് ജനത ആഘോഷിച്ചിരുന്നത്. ആ 3-ാം നമ്പറിൽ അയാൾ ജൈത്രയാത്ര നടത്തിയപ്പോൾ 2002-7 കാലഘട്ടങ്ങളിൽ 41 സെഞ്ചുറികൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ആ കൂക്കാബുറ ബാറ്റിൽ നിന്നും പിറവികൊള്ളുകയുണ്ടായി. നായകനായ ആദ്യ വേൾഡ് കപ്പ് ഫൈനലിലെ സമ്മർദ്ദമൊഴുക്കുന്ന ദിനത്തിൽ ഇന്ത്യയെ മലർത്തിയടിച്ച് നേടിയ സെഞ്ചുറിയോടെ അയാൾ ഇന്ത്യൻ ആരാധകർക്ക് വെറുക്കപ്പെട്ടവനായപ്പോൾ ഓസീസ് ജനതയുടെ ഹീറോയായി മാറുകയായിരുന്നു. ഒരുപക്ഷെ പലരുടെയും മനസ്സിലെ വില്ലനായിരിക്കാം അയാൾ, നമ്മളെ പലപ്പോഴും കരയിപ്പിച്ചവൻ. പക്ഷേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു കാലമുണ്ടായിരുന്നു, പോണ്ടിങ്ങിന്റെ ഓസ്ട്രേലിയക്ക് അസാധ്യമായിട്ടൊന്നുമില്ലാത്ത ഒരു കാലം. ആ കാലം വീക്ഷിക്കാൻ സാധിച്ച ക്രിക്കറ്റ് ആരാധകർ എത്ര ഭാഗ്യവാന്മാർ. സമ്മർദ്ദത്തിൽ ഒരിക്കലും തളരാത്ത നായകനായും ബാറ്റ്സ്മാനായും എതിർപ്പാളയത്തിലേക്ക് ചങ്കൂറ്റത്തോടെ കയറി ചെല്ലുന്ന റിക്കി തോമസ് പോണ്ടിങ്ങിന്റെ ആ കാലം.